നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ എ പത്മകുമാറിനെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന 6ാം പ്രതിയാണ് പത്മകുമാർ. മുൻ കോന്നി CPM MLAയും പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന CPMന്റെ സമന്നത നേതാവായ മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പെട്ടുനിൽക്കുന്നു, വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ശബരിമലയിൽ വീണ്ടും മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം സീസൺ ആരംഭിക്കുന്നത്. മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം സീസൺ ആരംഭിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്കായിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയ മുന്നൊരുക്കങ്ങൾക്കോ സാധ്യമായില്ല. അക്ഷരാർത്ഥത്തിൽ അവിടെ അയ്യപ്പ ഭക്തന്മാർ കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു 58 വയസ്സായ മാളികപ്പുറം തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് കാണിച്ചിരിക്കുന്നത്. ഒട്ടും മുന്നൊരുക്കങ്ങൾ നടക്കാതെ ശബരിമലയിലേക്ക് എത്തിയ അയ്യപ്പ ഭക്തന്മാരെ മരണത്തിന്റെ വക്രത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങൾക്കും പരാതികൾക്കും ഇടയാകുന്ന സാഹചര്യത്തിൽ വെട്ടിലായിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് കൂനിന്മേൽ കുരു പോലെ എന്ന തരത്തിൽ മറ്റൊരു അശനിപാതം കൂടി തലയിൽ വന്ന് വീണിരിക്കുന്നു. അതായത് ശബരിമലയിൽ തീർത്ഥാടന കാലത്ത്, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചെയ്യുന്ന മരാമത്ത് പണികളിലും ഇപ്പോൾ കോടികളുടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നു, അഴിമതികൾ നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ മംഗളം ദിനപത്രത്തിൽ ഈ ഒരു വാർത്ത കൃത്യമായി തന്നെ കൊടുത്തിരിക്കുന്നു. ശബരിമല സന്നിധാനത്തിൽ നിന്നും പുൽമേട് വഴിയുള്ള തീർത്ഥാടകർ ഉപയോഗിക്കുന്ന പരമ്പരാഗത പാതയിലെ പടിക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള വഴികൾ വൃത്തിയാക്കുന്നതിലും പടിക്കെട്ടുകൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്നതിലുമെല്ലാം നടന്ന മരാമത്ത് പണികൾ ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ശബരിമലയിൽ നടന്നിരിക്കുന്ന, അതായത് മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിന് മുന്നോടിയായി നടന്നിരിക്കുന്ന പെയിന്റിംഗ് ജോലികളിൽ കോടികളുടെ അഴിമതികൾ നടന്നിരിക്കുന്നു. ശബരിമല സന്നിധാനത്തിൽ നിന്നും പുൽമേട് വഴി പോകുന്ന പരമ്പരാഗത പാതയിലുള്ള പടിക്കെട്ടുകൾ വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുന്നതിലും കൃത്യമായ അഴിമതി നടന്നിരിക്കുന്നു. ശബരിമല മുന്നൊരുക്കത്തിന്റെ, അതായത് മണ്ഡലവിളക്ക് മഹോത്സവ കാലത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ പെയിന്റിങ്ങുകൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പെയ്ത മഴയിൽ കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ പെയിന്റിംഗ് ആണ് ഇപ്പോൾ അവിടെയുള്ളത്. അതായത് ഈ വർഷം നടത്തിയ പെയിന്റ് അടിച്ചത് മുഴുവൻ കുത്തി ഒലിച്ചു പോയിരിക്കുന്നു, കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒലിച്ചു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തി താഴ്ന്ന നിലവാരമുള്ള പെയിന്റുകൾ വാങ്ങി അടിച്ചിരിക്കുന്നു. ഒരു മഴ പെയ്തപ്പോൾ ആ പെയിന്റ് ഒലിച്ചു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ അമ്പേ പാളിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പേരിൽ, അതായത് ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തിന് മുന്നോടിയായി നടത്തുന്ന ശബരിമല മരാമത്തിൽ കോടികളുടെ അഴിമതികൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മംഗളം ദിനപത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന നഗ്നമായ സത്യം. ശബരിമലയുടെ തീർത്ഥഘട്ടം എന്ന് പറയുന്നത് പമ്പയാണ്. പമ്പയിൽ തീർത്ഥാടനം നടത്തുന്നതിന് വേണ്ടിയാണ് അയ്യപ്പ ഭക്തന്മാർ വരുന്നത്. അതായത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ തീർത്ഥഘട്ടം എന്ന് പറയുന്നത് പമ്പ നദിയാണ്. പമ്പാ നദിയിൽ തീർത്ഥാടനം നടത്തി ശബരിമല ദേവസ്ഥാനത്ത് ദർശനം നടത്തുമ്പോഴാണ് ശബരിമല തീർത്ഥാടനം പുണ്യമാകുന്നത്, പൂർത്തിയാകുന്നത്. ശബരിമലയുടെ തീർത്ഥഘട്ടം എന്ന് പറയുന്ന പമ്പയിൽ മുങ്ങുവാൻ വേണ്ടി, പാപങ്ങൾ വിമലീകരിച്ച് വിശുദ്ധരാകാൻ വേണ്ടി തങ്ങളുടെ പാപങ്ങൾ പമ്പയിൽ മുങ്ങി ഒഴുക്കി പവിത്രീകരിച്ച് വീണ്ടും ശബരിമല അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി തങ്ങളുടെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിലൂടെയാണ് ഒരു ശബരിമല തീർത്ഥാടനം പൂർത്തിയാകുന്നത്. അപ്പോൾ ശബരിമലയുടെ തീർത്ഥഘട്ടം എന്ന് പറയുന്നത് പമ്പാ നദിയാണ്. ഈ പമ്പാ നദി ഇപ്പോഴും മലിനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് പമ്പ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി, അതായത് ശുദ്ധീകരിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും തീരുമാനമുണ്ടായത് എന്ന് പറയുമ്പോൾ തീർത്തും കുറ്റകരമായ അനാസ്ഥയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇക്കുറി കൈക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടന കാലം, അതായത് മണ്ഡല മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനം 3-4 ദിവസം പിന്നിടുമ്പോഴും ശബരിമല ക്ലീൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പമ്പാ നദി ക്ലീൻ ചെയ്യുന്നേയുള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം കെടുകാര്യസ്ഥതയാണ് ശബരിമലയിൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അയ്യപ്പ സേവാ സംഘങ്ങൾ അല്ലെങ്കിൽ
അമൃതാനന്ദമയി മഠം പോലുള്ള സേവാ സന്നദ്ധ സംഘടനകൾ ശബരിമലയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വർഷവും മുന്നിട്ടിറങ്ങാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ശബരിമലയിൽ ഇത്തരം സന്നദ്ധ സേവാ സംഘടനകളെ നിരോധിച്ചിരിക്കുന്നു. ശബരിമലയിൽ അയ്യപ്പ സന്നിധാനത്തിൽ അല്ലെങ്കിൽ പമ്പയിലടക്കം അല്ലെങ്കിൽ കാനനപാതയിലടക്കം ശബരിമല തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും അടക്കം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന് ശബരിമലയിൽ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് പിണറായി സർക്കാർ നിരോധിച്ചിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ സർക്കാർ അതിന് പകരമായി മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമില്ല. പമ്പാ നദി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അമൃതാനന്ദമയി മഠത്തിന്റെ സന്നദ്ധ സേവാ സംഘങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ അവരെയും വിലക്കിയിരിക്കുന്നതിനാൽ ഇപ്പോഴും സർക്കാരിൻ്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ പമ്പ വാലി ക്ലീൻ ചെയ്യൽ പദ്ധതി ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യപ്പ ഭക്തന്മാരെ തീർത്ഥാടനം കുളമാക്കുക, അല്ലെങ്കിൽ ഈ വർഷത്തെ തീർത്ഥാടനം കുളമാക്കുക, അത് കുഴപ്പത്തിലാക്കുക, കലക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേലുദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ CPM-ന്റെ, അതായത് CPM എന്ന പാർട്ടിയുടെ, സർക്കാരിന് നയിക്കുന്ന പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തന്മാരോട് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരുതരം പക വീട്ടുന്ന തരത്തിലാണോ ഇപ്പോൾ പെരുമാറുന്നത് എന്ന് വേണം ഇത്തരം നടപടിക്രമങ്ങൾ കാണുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കങ്ങൾ 2-3 മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങേണ്ടതാണ്. എന്നാൽ പമ്പ ഇപ്പോഴും, ശബരിമലയുടെ തീർത്ഥഘട്ടമായ പമ്പ ഇപ്പോഴും ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, ശബരിമലയുടെ തീർത്ഥാടനം പൂർത്തിയാകുന്നത് പമ്പയിൽ തീർത്ഥമാടുമ്പോഴാണ്. ആ പമ്പ വരെ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്ത് തരത്തിലുള്ള ഒരു പൂർത്തീകരണം, മരാമത്ത് പണികളാണ്, മുന്നൊരുക്കങ്ങളാണ് ശബരിമലയിൽ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ മംഗളം ദിനപത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല തീർത്ഥാടകരോട് ഒരുതരം വൈരാഗ്യ മനസ്ഥിതിയോട് കൂടിയാണോ ഇപ്പോൾ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ശബരിമല തീർത്ഥാടകരെ വലയ്ക്കുകയാണോ മനഃപൂർവ്വം എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പെരുമാറ്റ രീതികൾ കാണുമ്പോൾ, അങ്ങനെയാണോ സർക്കാർ ജനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ള സംശയം തന്നെ തോന്നിപ്പോകുന്നു. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പിണറായി വിജയൻ സർക്കാരും ഇക്കാര്യത്തിൽ ശബരിമല അയ്യപ്പന്മാരോട് കുറച്ചുകൂടി സൗമനസ്യത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി പെരുമാറണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും അഭ്യർത്ഥന. കാതങ്ങൾ താണ്ടി കല്ലും മുള്ളും ചവിട്ടി മല കയറി എത്തുന്ന ഭക്തന്മാർക്ക് ഒരു നിമിഷമെങ്കിലും സ്വാമിയെ സുഖമായി ദർശനം നടത്താനുള്ള ഒരു സൗകര്യം, അവർക്ക് വിരിവയ്ക്കുവാനോ നല്ല രീതിയിൽ കുടിവെള്ളം കിട്ടുവാനോ, അല്ലെങ്കിൽ കുറച്ചു നേരം നല്ല രീതിയിൽ അവർക്കൊന്ന് വിശ്രമിക്കുവാനോ, അല്പം ഭക്ഷണം കിട്ടുവാനോ ഒക്കെയുള്ള സൗകര്യം മാത്രമാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ ലക്ഷറി സൗകര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. കാനനപാത താണ്ടിയെത്തുന്ന ഭക്തന്മാർക്ക് സുഗമമായി ദർശനം നടത്തുവാൻ, സ്വാമിയെ ഒരു നോക്ക് കാണാൻ കഴിയണം, നല്ല കുടിവെള്ളം കിട്ടണം, പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിന് ശുചിത്വമുള്ള കുളിമുറികളോ അല്ലെങ്കിൽ ബാത്റൂമുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റോ അവർക്ക് ലഭ്യമാക്കണം. ഇത്ര മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും സർക്കാർ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇതുപോലും, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സർക്കാരിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർത്തും അത് അയ്യപ്പ ഭക്തരോട് ചെയ്യുന്ന, ഹൈന്ദവ വിശ്വാസികളോട് ചെയ്യുന്ന വലിയ കൊടും ക്രൂരത തന്നെയാണ്, പാതകം തന്നെയാണ്. സർക്കാരിന് പ്രത്യക്ഷമായും പരോക്ഷമായും ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഒരു തീർത്ഥാടന കാലത്ത് കിട്ടുന്നത് എന്നോർക്കുമ്പോൾ, ശബരിമല അയ്യപ്പന്മാർ വരുന്ന വണ്ടികളുടെ നികുതികൾ ഉൾപ്പെടെയുള്ള, അതിലടിക്കുന്ന പെട്രോളിന് അവർ മുടക്കുന്ന പണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പണം, സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന നികുതി, ഇതിലൂടെയെല്ലാം കോടിക്കണക്കിന് രൂപയാണ് ശബരിമലയിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന വരുമാനം. ഇത്തരം വരുമാനങ്ങൾ കിട്ടുമ്പോഴും ശബരിമലയിലേക്ക് എത്തുന്ന അന്യസംസ്ഥാന ഭക്തന്മാരടക്കമുള്ള ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ സർക്കാർ വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് മാറി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ് എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ അത് നിർവഹിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.